ഗൈസ്, സുഖമല്ല എല്ലാവർക്കും. ഇന്ന് നമുക്കൊന്ന് കൊച്ചി ചുറ്റിക്കറങ്ങി വന്നാലോ? ഒറ്റ ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് വരാം. നാട്ടിൽ നിന്ന് അമ്മയും അമ്മേൻ്റെ സിസ്റ്ററും കൂടെ വന്നിട്ടുണ്ടായി. അപ്പോൾ അവരുടെ കൂടെ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ വിചാരിച്ചു. ആദ്യം തന്നെ ഹിൽ പാലസ് ഒന്ന് കണ്ടുവരാൻ വിചാരിച്ചു. അവിടെ കയറി ടിക്കറ്റും എടുത്ത് പുറത്തുള്ള ഭംഗികൾ ആസ്വദിക്കുന്നതാണ് കാണുന്നത്. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് കണ്ടിട്ട് അങ്ങോട്ട് തന്നെ പോകാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് അവ നടത്തുന്നത്. അവിടെ പക്ഷേ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ടൊന്ന് അങ്ങോട്ട് പോയി നോക്കിയത്. അവിടെ എത്തിയപ്പോൾ നല്ല സ്ഥലം. അപ്പോൾ 2 റീലെടുക്കാൻ വിചാരിച്ചു. ഒരു റീലും എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി പോകാമെന്നുള്ള ലക്ഷ്യത്തിലാണ് കയറിപ്പോയത്. പക്ഷേ അവിടെ കണ്ടപ്പോൾ നടക്കാൻ തീരെ മടിയില്ലാത്ത ആൾക്കാരായതിനെക്കൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ എല്ലാം നടന്ന് കയറാൻ വിചാരിച്ചു. ചെറിയൊരു മഴയും പിന്നെ ആ നാച്ചുറിൻ്റെ ബ്യൂട്ടിയും കൂടെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ നടന്നങ്ങ് കയറാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ മെല്ലെ നമ്മൾ ആ ഇടവഴിയിലൂടെയൊക്കെ മെല്ലെ ഇങ്ങനെ കയറി പോവുകയാണ്. അതൊരു റീലെടുക്കാൻ വേണ്ടി എടുത്തു വെച്ച ഷോട്ടാണ്. പക്ഷെ റീലൊന്നും ആക്കിയില്ല, തൽക്കാലം അത് ഇവിടെ കിടക്കട്ടെ. എല്ലാവരും നല്ല ആസ്വദിച്ചായിരുന്നു നടന്നുണ്ടായത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് വേറെ വഴി കൂടെ പോകാൻ വിചാരിച്ചായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ. അത്രക്കൊന്നുമില്ല, എന്നാലും ഒരു നിഗൂഢ സെറ്റപ്പിന് വേണ്ടിയുള്ള അഭിനയ നടത്തമാണ് കാണുന്നത്. മണിച്ചിത്രത്താഴ് ഫിലിം ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് അറിഞ്ഞതിനെ കൊണ്ട് കാണുന്ന സ്ഥലമെല്ലാം നമുക്ക് അതിലുള്ളതുപോലെ തോന്നുക. ഈ സ്ഥലം കണ്ടിട്ട് നാഗവല്ലി ഡാൻസ് ചെയ്ത ആ സ്ഥലം പോലെ തോന്നി. പിന്നെ മാടമ്പള്ളിയിലെ 2 മനോരോഗികൾ എന്തെല്ലോ കാണിച്ച് അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുക വിചാരിച്ചിട്ടാണ് ആ നടത്തം നടക്കുന്നത്. മനോരോഗി നമ്പർ 3 അവിടെ ഇരുന്ന് ഫോട്ടോഷൂട്ടിനുള്ള നിപ്പാണത്. അപ്പോൾ ചേട്ടൻ ക്യാമറയും കൊണ്ടുവന്നു. എൻ്റെ ഫോട്ടോസും വീഡിയോസും മറ്റാരെടുക്കുന്നതിനേക്കാട്ടും ക്ഷമയോടെയും സന്തോഷത്തോടെയും എടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ. അതെൻ്റെ ഏട്ടൻ തന്നെയാണ്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വന്തം ഏട്ടനല്ലാണ്ട് വേറെ ആരെയും ഇങ്ങനെ നല്ലോണം എടുത്തെടുക്കാം. എൻ്റെ ഫ്രണ്ട്സും നന്നായിട്ട് ഫോട്ടോ എടുക്കും. പക്ഷേ എന്നെ ഇത്രയും ക്ഷമയോടെ കാത്തിക്കുന്ന അപ്പോൾ ചേട്ടൻ മാത്രമേ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഹിൽ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ തന്നെ, ചുറ്റും ചെടികളും ഇതും കാര്യങ്ങളും. ഇതൊക്കെ കാണുമ്പോൾ മണിച്ചിത്രത്താഴിൽ ഏതൊക്കെയോ സീക്വൻസൊക്കെ ഓർമ്മ വരുന്നത് പോലെ തോന്നുക. പുറത്ത് ആ കുളമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ ചെരുപ്പ് പുറത്തൊരു സ്ഥലത്ത് ഊരി വെക്കണമായിരുന്നു. അത് ഊരി നമ്മൾ ഉള്ളിലോട്ട് പോയി. അവിടെ ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായി, വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ അവിടെ തിരക്കാവുന്നത് കൊണ്ടാണ് എടുക്കണ്ട എന്ന് പറയുന്നത്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആ കണ്ടതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് എന്നവിടെയുള്ള ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞറിയാം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് നടന്നു. അടുത്ത കാര്യങ്ങളൊക്കെ അവിടെ ഒരു സ്ക്രീനിൽ കാണിച്ചിരുന്നുണ്ടായി ഓരോ സ്ഥലങ്ങളിലും. പിന്നെ കുറേ വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ കണ്ടു. ആരാന്ന് വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടൊന്നും ഇല്ലെങ്കിലും ഇനി കാണുന്നതാണ് നമ്മുടെ നാഗവല്ലിൻ്റെ രാമനാഥൻ താമസിച്ച വീട്. ഇതിലൂടെയായിരുന്നു അവരുടെ പ്രേമസല്ലാപം. എന്താലേ രാജാക്കന്മാരൊക്കെ സെറ്റപ്പ്, എന്ത് ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. നാച്ചുറിൻ്റെ രീതിയിലാണെങ്കിലും എന്താണേലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അറിയുന്നേ ഇല്ല. എത്ര വേഗം സമയം പോയത്. അവിടെ കയറിയതും നമ്മൾ ഒരുപാട് സമയം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. പക്ഷെ നമുക്ക് തീരെ ഒരു ബോറടിയോ ഒന്നുമില്ലായിരുന്നു. പണ്ട് ഞാനും അമ്മ ഇവിടെ വന്ന ഓർമ്മയുണ്ട്. പക്ഷേ അന്നൊന്നും ഒരു ഓർമ്മയില്ലാത്ത പ്രായത്തിലോ അങ്ങനെ എന്തോ ആയിരിക്കണം. അല്ലാണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതേപോലെ തന്നെയാണ് അമ്മേൻ്റെ സിസ്റ്ററും. എല്ലാവർക്കും ഒരേപോലെ സ്ഥലങ്ങൾ കാണാനും പോകാനും ഒക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മളും ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ടാകുന്ന പ്രായത്തിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി ചുമ്മാ അവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു ഫുഡ് കഴിച്ചിരുന്നു, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ഹിൽ പാലസിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു. പിന്നെ ഞാനും അമ്മയും കൂടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് നടന്നു, കുറേ ദിവസമായി കണ്ടിട്ട്. പിന്നെ നമ്മൾ ആ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയി. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആ വഴി കൂടെ നടന്ന് ബീച്ചിലേക്കുള്ള പോക്കാണത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടായി. അതുകൊണ്ട് ഒരു മുഖത്തുണ്ട് ആ സന്തോഷങ്ങൾ. അപ്പം ഒരുപാട് കാര്യങ്ങളും അതെല്ലാം പറഞ്ഞിങ്ങനെ നടന്നു. അപ്പം ബീച്ചിലെത്തി നമ്മൾ കുറച്ച് നേരം ബീച്ച് വ്യൂ ഒക്കെ നോക്കി നിന്നു. പിന്നെ അങ്ങനെ ആസ്വദിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് നടന്നപ്പോൾ അവിടെ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ വെക്കുന്നുണ്ടായി. കുറേ വളയും കമ്മലും ഹെയർ ബാൻഡും അങ്ങനെ അത്തറും അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് നടന്നു. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു, 3 കൂടെ കഴിച്ചു. പിന്നെ അവിടെ 50 രൂപയ്ക്ക് കമ്മൽ വെക്കുന്നുണ്ട് കണ്ടപ്പോൾ അങ്ങോട്ടൊരു നോട്ടം പോയി. പക്ഷേ ഒന്നിനും വലിയ പവറില്ലാത്തത് കൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഒരു വാട്ടർ മെട്രോയും പിടിച്ച് നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോയി. മറൈൻ ഡ്രൈവ് എത്തി അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് ഒരു പാനിപ്പൂരി കഴിക്കാൻ വിചാരിച്ചു.
എല്ലാവർക്കും ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ചായ കുടിക്കാൻ പോയി. നമ്മളവിടെ നിന്ന് ഒരു പാനിപ്പൂരിയും ഒരു ബേൽപൂരിയും വാങ്ങിച്ചു കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ നടന്നതിനെ കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായി എല്ലാവർക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ മെട്രോ പിടിച്ച് ലുലുവിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. MG റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ പിടിച്ച് നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി. അവിടെ ഇറങ്ങി താഴോട്ട് നോക്കിയപ്പോൾ ട്രാഫിക് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. ഇതിവിടെ കോമൺ ആണെങ്കിലും വല്ലാത്തൊരു ട്രാഫിക്കായിരുന്നു. അത് നല്ല തിരക്കുണ്ടായി, മഴയൊക്കെ ആയതിനെ കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഉള്ളിലോട്ട് പോയി. എല്ലാവരും തളർന്നുണ്ട്, മുഖമെല്ലാം വല്ലാണ്ട് ക്ഷീണം പിടിച്ചു എല്ലാവരെയും. എന്നാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് എല്ലാം കണ്ടുപോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെട്രോ ഇറങ്ങി ലുലുവിൻ്റെ ഉള്ളിൽ കയറി. ലുലുവിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു കടയുണ്ട്. ഈ ഹോം അപ്ലയൻസസും അങ്ങനെ പെയിൻറ്റിങ്സും അങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടുന്ന കടയാണ്. മുടിഞ്ഞ പൈസയാണെങ്കിലും അവിടുത്തെ സാധനങ്ങൾ കണ്ടാൽ ശരിക്കും നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അത്ര അടിപൊളി സാധനങ്ങളാണ്. പെയിൻറ്റിങ്സും പിന്നെ ഹോം ഡെക്കേഴ്സും ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ സാധനം വാങ്ങിക്കാനുള്ള ആകെ ഏരിയ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡും വാങ്ങിച്ചു, കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് മെട്രോ കയറി വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ 5 മണിക്കായിരുന്നു അവരുടെ ട്രെയിന്. അവരെ ട്രെയിനിലാക്കി നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.